അതിനിടയിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള എംപിയും MLA-മാരും കൂട്ടത്തോടെ തെണ്ടാനിറങ്ങി കാസർഗോഡ് മെഡിക്കൽ കോളേജിന് വേണ്ടി ധനം സമാഹരിക്കാൻ. കഴിഞ്ഞ സർക്കാർ ഞങ്ങൾക്ക് തന്ന ഒരു സമ്മാനമായിരുന്നു മെഡിക്കൽ കോളേജ്. പക്ഷെ ഇന്നും അത് അസ്ഥികൂടമായിട്ടാണ്. കഴിഞ്ഞ 2 ബജറ്റിലും മെഡിക്കൽ കോളേജിന് ₹1 പോലും മാറ്റിവെച്ചിട്ടില്ല. തോമസ് ഐസക് എന്ന ധനകാര്യമന്ത്രി കാസർഗോഡിന് വിവേചനവും ചിറ്റമ്മനയമാണ് കാണിച്ചിരിക്കുന്നതെന്ന് പറയാത്ത വയ്യ. ജില്ലയിലെ മലയോര പ്രദേശത്തെ റോഡുകൾ നന്നാക്കി കിട്ടുന്നതിന് വേണ്ടി കാസർകോട്ടുകാർ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയി കരഞ്ഞതോർമ്മയില്ലേ? തെണ്ടലും കരച്ചിലുമൊക്കെ കൊള്ളാം, അവിടം കൊണ്ട് നിർത്തിക്കോണം. കളിച്ച് കളിച്ച് പണ്ടത്തെ പോലെ കർണാടക ലയനവാദവുമായി വന്നേക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട.